ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് നമ്മൾ വീടിൻ്റെ വാട്ടർ ടാങ്ക് എത്ര ഹൈറ്റിലാണ് നമ്മൾ സാധാരണ ലെവലിൽ നിന്നും കൊടുക്കേണ്ടത്, അതായത് നമ്മുടെ വാർക്കയിൽ നിന്നും ഏകദേശം എത്ര ഇഞ്ച് ഹൈറ്റിലാണ് നമ്മൾ കൊടുക്കേണ്ടത് ഡീറ്റെയിൽസ് വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. മിനിമം ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് ഡൈവർട്ടർ കാര്യങ്ങളൊക്കെ നമ്മുടെ ബാത്റൂമിലുണ്ടെങ്കിൽ, അതായത് ഫസ്റ്റ് ഫ്ലോറിലുണ്ടെങ്കിൽ ഏറ്റവും കുറഞ്ഞത് 5 അടിയെങ്കിലും ഹൈറ്റ് വരാവുന്ന സ്റ്റാൻഡിലായിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്, വാട്ടർ ടാങ്ക് കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ 5 അടി ഹൈറ്റ് നമ്മൾ കൊടുക്കുന്ന സമയത്ത് സ്റ്റാൻഡ് നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വേണം ചെയ്യാനായിട്ട്. സ്റ്റാൻഡ് നമ്മൾ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഫുൾ വെയിറ്റ്, അതായത് ഇരിപ്പ് ലോഡ് എന്ന് പറയും, അതായത് ഒരു 1000 ലിറ്ററിൻ്റെ ടാങ്ക് ആണെങ്കിൽ അതിൻ്റെ ലോഡ് എന്ന് പറയുന്നത് ഇരിപ്പ് ലോഡായിരിക്കും. അപ്പോൾ ആ സെൻറ്ററിലായിരിക്കും കൂടുതലായിട്ട് നമുക്ക് ലോഡ് എഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ സെൻറ്ററിൽ നിന്നും നമുക്ക് ലോഡ് ഈക്വൽ ചെയ്ത് ഈ പറയുന്ന 4 കാലുകളിലേക്ക്, 4 അതിൻ്റെ കാലുകളിലേക്ക് നമ്മൾ ഡിവൈഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ അത് മാത്രമല്ല, മുകളിൽ നമ്മൾ കൊടുക്കുന്നത് ചെറിയ പട്ടയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് ശരിക്കും നന്നായിട്ട് സ്ട്രോങ് ചെയ്തിട്ട് വേണം കൊടുക്കാൻ. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വാട്ടർ ടാങ്കിൽ വെച്ചതിന് ശേഷം അല്ലാത്ത രീതിയിലുള്ള പൈപ്പ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ, സപ്പോർട്ട് കാര്യങ്ങളില്ലെങ്കിൽ ടാങ്കിൽ വെള്ളം കയറുന്ന സമയത്ത് അത്രയും ഇരിപ്പ് ലോഡ് വരുന്ന സമയത്ത് സ്റ്റാൻഡ് ചെറുതായിട്ടൊന്ന് ബൾജ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ബൾജ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്ലാസ്റ്റിക്കിൻ്റെ ടാങ്കൊക്കെ ആണെങ്കിൽ ആ സൈഡ് വെച്ചിട്ടാണ് പൊട്ടിപ്പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ ബൾജ് ചെയ്യുന്ന സമയത്താണെങ്കിലും ബൾജ് ചെയ്യാതിരിക്കാനും ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ, ലോഡ് വരുമ്പോൾ ഇരിപ്പ് ലോഡാവാതിരിക്കാൻ വേണ്ടി നല്ല രീതിയിൽ സപ്പോർട്ട് കാര്യങ്ങൾ കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ കണ്ടോ, അതായത് ആ വെയിറ്റ് വരുന്നത് സെൻട്രലിലാണ് വരുന്നത്. സെൻട്രലിൽ നിന്നും നമുക്ക് സെപ്പറേറ്റ് കണ്ടതിന് താഴെ ഒരു സെപ്പറേറ്റ് വരുന്ന ഒരു ആ ലോഡ് വരുന്നത് പിടിക്കാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ബീം പോലെ സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നു. അതിൽ നിന്നും അതിൻ്റെ സെൻട്രലിൽ നിന്നും 2 സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ ഒരു കട്ടിങ് കൊടുത്തതിന് ശേഷം 2 കാലുകളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഫുൾ വെയിറ്റ് വരുന്നത് കാലുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം, 4 കാലുകളിലേക്ക് വരുന്ന രീതിയിൽ വേണം കൊടുക്കാനായിട്ട്. പിന്നെ അത് മാത്രമല്ല, ഇടയ്ക്ക് നമുക്ക് ഇതിൻ്റെ മുകളിൽ കയറി ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ചെറിയൊരു ഗോണി സിസ്റ്റം കൂടി ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, 4 സൈഡിൽ നിന്നും ഈക്വൽ ലോഡ് എല്ലാം തന്നെ കറക്റ്റായിട്ട് നമ്മുടെ 4 കാലുകളിൽ വരുന്ന രീതിയിൽ, വളയാത്ത രീതിയിൽ വേണം നമ്മൾ സ്റ്റാൻഡ് കാര്യങ്ങൾ കൊടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പൊട്ടിപ്പോകാനുള്ള ചാൻസസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നമ്മളൊരു ഗോണി കൊടുത്തേനുണ്ടോ, അത് നേരെ മുകളിലേക്ക് കയറിപ്പോയി നമുക്ക് എന്തെങ്കിലും മെയിൻ്റനൻസോ അല്ലെങ്കിൽ ക്ലീനിങ്ങോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ടാങ്ക് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് ടാങ്കിൻ്റെ ക്ലീനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഓപ്ഷനും കൂടി ചെയ്തിട്ട് വേണം നമ്മൾ ചെയ്യാനായിട്ട്. കറക്റ്റ് ടാങ്കിൻ്റെ ലെവലിൽ സ്റ്റാൻഡ് അടിക്കരുത്. സ്റ്റാൻഡിൻ്റെ ചുറ്റും, അതായത് വാട്ടർ ടാങ്കിൻ്റെ ചുറ്റും നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറി നിന്ന് അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാനുള്ള സ്പേസ് കൂടി ഇട്ടിട്ട് വേണം നമുക്ക് ഈ പറയുന്ന സ്റ്റാൻഡ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് സ്റ്റാൻഡ് എങ്ങനെ ചെയ്യാമെന്നും ഏകദേശം എങ്ങനെ സപ്പോർട്ട് കൊടുക്കേണ്ടതെന്നൊക്കെ ഏകദേശം നിങ്ങൾക്കൊരു ഐഡിയ കിട്ടിക്കാണെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ മടിക്കരുത്. അതുപോലെ ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഓക്കെ. There was once a day that I would pray for you. I'd go and misbehave just so you'd notice too. Sneaking looks up and down from across the room. And damn, what a hell of a view. I feel good, you look great, I like you, I can't wait. A first time, a first date, you're so